ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈദൊക്കെ എല്ലാവരും ആഘോഷിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഈദ് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. അതിൻ്റെ മുമ്പായിട്ട് ഞാൻ എൻ്റെ ഉമ്മാനെ കാണാൻ പോവാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് കേട്ടോ എൻ്റെ ഉമ്മച്ചി താത്തയൊക്കെ ഉള്ളത്. അപ്പോൾ അവരെയും കൂടെ കൂട്ടിയിട്ട് ഞങ്ങൾ മാനന്തവാടിയിലേക്ക് പോകും. അതാണ് ഞങ്ങളിപ്പോഴത്തെ പ്ലാൻ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ബേക്കറി ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കപ്പപ്പൊരി കണ്ടപ്പോൾ എനിക്ക് കപ്പപ്പൊരി വേണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ അത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആസ് യൂഷ്വൽ എൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്താറായിട്ടോ. അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഉമ്മച്ചിൻ്റെ കാത്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ എൻ്റെ വീഡിയോസിൽ ഞാൻ എൻ്റെ ഓൺ പ്രോപ്പർട്ടീസിനെ മാത്രമേ നിങ്ങൾക്ക് കാണിച്ചു തരുള്ളൂ. എൻ്റെ ഉമ്മച്ചി താത്ത അങ്ങനെയുള്ള ആൾക്കാരെ വേറെ ആരെയും ഞാൻ കാണിച്ചു തരില്ല. അവരൊരു പ്രൈവസി ഞാൻ മാനിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ നല്ല ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരാളും കൂടെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അയാളെയും കൂടെ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഉമ്മാമാൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഈ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായി, ഇത് വെള്ളിയൂർക്കാവാണ് കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ 2 ഫോട്ടോസ് ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം. വയനാട്ടിലുള്ളവർക്കും മാനന്തവാടിക്കാർക്കൊക്കെ എന്തായാലും അറിയായിരിക്കും. ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കണ്ടന്റ് കാണാൻ ഇഷ്ടപ്പെടുന്നവർ മാത്രം കണ്ടാൽ മതി, എല്ലാവരും കാണണമെന്ന് എനിക്ക് നിർബന്ധമില്ലാന്ന്. അപ്പോൾ കുറേ ആൾക്കാർ എന്നെ വിളിച്ച് ചോദിച്ചു ഞങ്ങൾ ഓരോ കണ്ടന്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണോ എന്ന്. അതല്ല കേട്ടോ സംഭവം. പിന്നെ ഊക്കുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും നമുക്ക് മനസ്സിലാക്കുമല്ലോ. അതൊക്കെ അങ്ങനെ നടക്കട്ടെ. അങ്ങനെ ഞങ്ങൾ പോകുന്ന സമയത്ത് ഒരു കാറ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു വെറൈറ്റി കാറ്. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങി. പിന്നെ അവിടെ ഞാൻ ഒരു 10 റുപ്യേൻ്റെ കോൺ ഐസ്ക്രീം കണ്ടു കേട്ടോ. അപ്പോൾ എനിക്ക് അതും വേണമായിരുന്നു, അതും വാങ്ങി കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.